ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷവർമയുടെ രുചിയിലൊരു പോള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിനു വേണ്ടി ആദ്യം ഒരു ബാറ്ററാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 മുട്ട പൊട്ടിച്ച് പാരാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് വിനെഗർ ഒഴിക്കുന്നത് മുട്ടയുടെ ചോയ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് 1/4 കപ്പ് പാല്, പിന്നെ 1/4 കപ്പ് ഓയിൽ, പിന്നെ അതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ടും ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത്. ഇതിൽ കൂടുകയും ചെയ്യരുത്, കുറയും ചെയ്യരുത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള കൂട്ട് റെഡിയാക്കാം. ചിക്കൻ ഇതുപോലെ കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തിക്കാണ്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1/2 കപ്പ് ക്യാബേജ്, 1/2 കപ്പ് ക്യാരറ്റ്, 1/4 കപ്പ് ക്യാപ്സിക്കം, 1 പച്ചമുളക്, 1 സവാള അരിഞ്ഞത്. ഇനി ഇവയെല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കന് ഫ്രൈ ചെയ്യാതെ ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്തതിനാണ് ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 മുറി നാരങ്ങ പിഴിഞ്ഞെടുക്കാം. നാരങ്ങക്ക് പകരം നമുക്ക് വിനെഗർ ചേർത്ത് കൊടുത്താലും മതി. അതൊരു ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് മയോണൈസ് ആണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മയോണൈസ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കൂട്ടിനനുസരിച്ചാണ് മയോണൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ കൂട്ട് റെഡിയായിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പോള ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനകത്തേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. പകുതി ബാറ്ററാണ് ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത്. ഇതൊരു 2 or 3 മിനിറ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെക്കണം. ഇതിപ്പം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1-2 ടേബിൾ സ്പൂൺ മാറ്റി വെക്കാൻ, നമുക്ക് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളത് മുഴുവൻ ഇതിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇത് എല്ലായിടത്തേക്കും നന്നായിട്ട് ആക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 30 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതൊരു സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആയിട്ടുണ്ടോയെന്ന്. ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഒരു ഫ്രൈ പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.